നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. ഇനി കേവലം ഒരാഴ്ച മാത്രമാണ് ബാക്കി കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിനായി. അവസാനഘട്ട പോരാട്ടത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികൾ. തളിപ്പറമ്പ് മണ്ഡലം വീണ്ടും ചുവക്കുമെന്നൊരു പ്രതീക്ഷയിൽ പ്രചരണ ഗോതയിൽ സജീവമാണ് LDF സ്ഥാനാർത്ഥി PK ശ്യാമള ടീച്ചർ കൂടെയുണ്ട്. അപ്പോൾ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം. അപ്പം പ്രചരണം എത്രത്തോളമാണ് വിജയപ്രതീക്ഷ? വിജയപ്രതീക്ഷ ഫുൾ 100% വിജയപ്രതീക്ഷയാണുള്ളത്. പ്രചരണം വളരെ നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രചരണം എന്ന് പറയുമ്പോൾ പൊതുപര്യടന പരിപാടികളാണ്. അപ്പോൾ പൊതുപര്യടന പരിപാടികൾ ഒന്നാം ഘട്ടം അവസാനിച്ച് 30-ാം തീയതിക്ക്, രണ്ടാം ഘട്ട പരിപാടി ഇന്നലെ മുതൽ ആരംഭിച്ചു. 4-ാം തീയതിയോടുകൂടി രണ്ടാം ഘട്ട പരിപാടി നടക്കും. നമ്മുടെ മണ്ഡലത്തിനകത്തുള്ള 9 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും 233 ബൂത്തുകളിലും ഈ സ്വീകരണത്തിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചേരും. നല്ല നിലയിലാണ് അതിൻ്റെ ഭാഗമായിട്ട് പങ്കാളിത്തം ഉണ്ടാകുന്നത്. നല്ല പങ്കാളിത്തമാണ് സ്വീകരണ കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നത്. ജനങ്ങളൊക്കെ ഒഴുകിയെത്തുകയാണ്. ഉത്സവച്ചായോടുകൂടിയാണ് സ്ഥാനാർത്ഥിയെ വരവേൽക്കുന്നത്. വളരെ ആവേശകരമായിട്ടുള്ള അനുഭവമാണ് പര്യടന പരിപാടിയായിട്ട് ഉണ്ടാകുന്നത്. തളിപ്പറമ്പ് മണ്ഡലത്തിൽ ശ്യാമള ടീച്ചർ ഉറപ്പായും ജയിക്കും. നമ്മളെ നേതാവാണ്. കൂടുതലൊന്നും പറയാനില്ല. ശ്യാമള ടീച്ചറെ പരിപൂർണമായിട്ട് അമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ വേണ്ടി ഉറപ്പിച്ചിട്ടുണ്ട്. മണ്ഡലം വീണ്ടും LDFന്റെ കൈകളിൽ എത്തുകയാണെങ്കിൽ മുന്നോട്ട് വെക്കുന്ന തുടർ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും നമ്മുടെ നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായ വികസന പ്രവർത്തനങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നാടുകാണി സൂ സഫാരി പാർക്ക്. അപ്പോൾ അത് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കും. രണ്ടാമത്തെ കാര്യം തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. തളിപ്പറമ്പ് മണ്ഡലത്തിൻ്റെ ഭാഗമായി കണക്റ്റിംഗ് തളിപ്പറമ്പ് എന്ന രീതിയിൽ ഈയിടയിൽ ഈ 5 വർഷക്കാലത്തിനിടയിൽ 2000 ആളുകൾക്ക് ജോലി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കണം. ഈ മണ്ഡലത്തിനകത്തുള്ള ചെറുപ്പക്കാർക്ക് ഈ മണ്ഡലത്തിന് ജോലി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്നാണ് പ്രധാനമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് അതിനാവശ്യമായിട്ടുള്ള തൊഴിൽ സംരംഭങ്ങൾ, ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ, വ്യവസായ പാർക്കുകളൊക്കെ ആരംഭിക്കണമെന്നാണ് പ്രകടന പത്രികയുടെ ഭാഗമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ പിണറായി വിജയൻ അത്രക്കുള്ള വികസന നാട്ടിൽ നടന്നിട്ടുള്ളത്. LDF സർക്കാർ എന്നും പാവങ്ങളെ പടത്താളവനായിട്ട് എന്നും അയാൾ എന്നും 5-10 കൊല്ലം സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് നമ്മളെ കേരളം ഭരിക്കണം എന്ന ആഗ്രഹമില്ലത് എനിക്ക്. ശ്യാമള ടീച്ചർ ഏറ്റവും ഉറപ്പായിട്ടും ജയിക്കും. അത് നല്ല വിശ്വാസമുണ്ട്. വിജയിച്ച് വരികയാണെങ്കിൽ ആദ്യം തന്നെ പ്രഥമ പരിഗണന നൽകുന്നത് എന്തിനായിരിക്കും? ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ ഏറ്റവും പ്രധാനപ്പെട്ട അതിൽ ഏറ്റവും നമ്മളെ മണ്ഡലത്തിൽ ആകെ ഉറ്റുനോക്കുന്നതാണ് നാടുകാണി സൂ സഫാരി പാർക്ക്. അത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണം. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം കിലയുടെ ഭാഗമായിട്ടുള്ള അതൊക്കെ പൂർത്തീകരിക്കാനാണ് പ്രഥമ പരിഗണന നൽകുക. നല്ല വികസനം പിണറായി വിജയൻ വികസനം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഉറപ്പായിട്ടും ജയിക്കും. ഭൂരിപക്ഷത്തിൽ ശ്യാമള ടീച്ചർ ജയിക്കും. പ്രചരണം ഇപ്പം ശക്തമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് എന്താണ് ഒരു അഭിപ്രായം? ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഇടതുപക്ഷം നല്ല നിലയിൽ ജയിച്ചു വരണം. ഞാൻ ജയിച്ചു വരണം. ഇടതുപക്ഷം വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വരണം. ഈ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഭംഗിയായി കൊണ്ടുപോകണമെന്നാണ് അവിടെ കൂടിയിട്ടുള്ള ആളുകളൊക്കെ എന്നോട് പ്രകടിപ്പിക്കുന്ന വികാരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശ്യാമള ടീച്ചർക്ക് നിങ്ങളുടെ വലിയൊരു വോട്ട് രേഖപ്പെടുത്തി ഉഗ്രമായിട്ടുള്ള ഭൂരിപക്ഷത്തോട് ജയിപ്പിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഗോവിന്ദ മാഷ് കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രയത്നിക്കാം. ചുട്ടുപൊള്ളുന്ന തിരഞ്ഞെടുപ്പ് ചൂടിലാണ് കേരളം. മത്സരവീര്യം ഒട്ടും കുറയാതെ മണ്ഡലങ്ങളും. ഷാജി കേറിക്കൊപ്പം ലിജ ജനാർദ്ദനൻ, സീൽ ന്യൂസ്, ധർമ്മശാല.